ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടോ? നിങ്ങൾ ഡെയിലി ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടുള്ള ഡയറ്റ് ആണോ എടുക്കുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടോ? അപ്പോ വായോ റൈറ്റ് ആൻഡ് റോങ് നോക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് കോച്ച്, വെൽക്കം ബാക്ക് ടു റൈറ്റ് ആൻഡ് റോങ് ന്യൂ എപ്പിസോഡ്. നമ്മൾ ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കുന്നത് മൂലം നമ്മുടെ ബോഡിയിലേക്ക് യൂറിക് ആസിഡ് ആയിട്ടാണ് നമുക്ക് ഈ ഫ്രൂട്ട്സ് കൺവേർട്ട് ആവുന്നത്. ഇത് എങ്ങനെയെന്നല്ലേ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ലിവറിൽ ചെന്ന് മെറ്റബോളൈസ് ആയി അത് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്ന ടൈമിൽ യൂറിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇതുമൂലം നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് യൂറിക് ആസിഡ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് ഈ കിട്ടുന്ന ഫ്രൂട്ട്സിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ബെനിഫിറ്റ്സ് ഇല്ലാന്നും പറയാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഒന്നോ രണ്ടോ പീസ് ഫ്രൂട്ട്സ് എടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പഴം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു ബൈറ്റ് എടുത്തോ, കൂടുതൽ കഴിക്കണ്ട. അപ്പൊ ഇതൊക്കെ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ അധികമായിട്ട് എന്ത് കൺസ്യൂം ചെയ്യുന്നോ അത് നമുക്ക് ബോഡിയിലേക്ക് പോയിസൺ ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ബോഡിയെ ചീത്തയാക്കാണ്ട നന്നായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അപ്പൊ നിങ്ങൾ ഇനി ഈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ റൈറ്റ് ആൻഡ് റോങ്ങിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്, ഉറപ്പായിട്ടും ക്രേവിങ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കഴിക്കുക. അതായത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പീസ് ഫ്രൂട്ട്സ് മാത്രം നിങ്ങൾ ടേക്ക് ചെയ്യുക.